അസ്സലാമലൈക്കും. ഒരു കഥ കേട്ടു പോയാലോ? ദാവൂദ് നബി അലൈഹി സ്വലാമേ അന്നേ ചെറുപ്പക്കാരനായിരുന്നു കേട്ടോ. അഹങ്കാരവും പരിഹാസവും നിറഞ്ഞ ജാലൂത്തിന്റെ വെല്ലുവിളി കേട്ടിട്ട് എല്ലാവരും മടിച്ചു മാറി നിന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം ധൈര്യസമേതം മുന്നോട്ട് വന്നു. യുദ്ധമോ തന്ത്രമോ അറിയാത്ത ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, കയ്യിൽ കവണയും വടിയും എടുത്തിട്ടാണ് 1-to-1 ഫൈറ്റിനായി ജാലൂത്തിനെതിരെ വരുന്നത്. സർവായുധ വിഭൂഷിതനായ ജാലൂത്ത് ദാവൂദിനെ നോക്കിയിട്ട് ഇവനാണോ എനിക്കെതിരെ വരുന്നതെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാം വലിയ ഒരു കല്ലെടുത്തു, എന്നിട്ട് തൻ്റെ കവണയിൽ വെച്ചിട്ട് ആഞ്ഞൊരു ഏറ് കൊടുത്തു. കൃത്യം ഉന്നം പഴക്കാതെ ജാലൂത്തിൻ്റെ നെറ്റിയിൽ പോയി പതിച്ചു. ഉടനെ ജാലൂത്ത് നിലത്ത് വീണു. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ ദാവൂദ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ വെട്ടി. അയാളെ കഥ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഇസ്രായേൽ ചരിത്രത്തിലെ വീരപരാക്രമിയായി മാറി. ആരെന്നറിയോ? ദാവൂദ് നബി അലൈഹി സ്വലാം. പിന്നെ കുറച്ച കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭരണാധികാരി മരണപ്പെട്ടു. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം ഭരണഭാരം ഏറ്റെടുത്തു. ഇസ്രായേലരുടെ സുവർണ ദശമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദാവൂദിൻ്റെ ഭരണകാലം. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറൻ.